നമസ്കാരം. MS&AYUSH അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീനു. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 10th CBSEയുടെ ഫിസിക്സിൻ്റെ ചാപ്റ്ററായ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ലൈറ്റ്? നമ്മൾ ലൈറ്റ് കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഒരു ഊർജ രൂപമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വസ്തുക്കളെ കാണാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഊർജ രൂപമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദറ്റ് എസെൻഷ്യലി റിക്വയർഡ് ടു സീ ദ ഒബ്ജക്റ്റ്. അതായത് വസ്തുക്കളെ കാണാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഊർജ രൂപമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റിന് ചില പ്രത്യേകതകളുണ്ട്. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഏത് മീഡിയത്തിൽ കൂടിയും ലൈറ്റ് ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ സ്പീഡിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ equal to 3 × 10⁸ meter/second. ഓക്കെ, അപ്പോൾ ലൈറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? It is the form of energy that essentially required to see the object. The speed of light that's equal to 3 × 10⁸ meter/second. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലൈറ്റ് നമ്മളെ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നു. അതെങ്ങനെയാണ് കാണാൻ സഹായിക്കുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു ഇരുണ്ട മുറിയിലേക്ക് കയറുകയാണ്. ഒരു ഡാർക്ക് റൂമിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ അവിടെയുള്ള വസ്തുക്കളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം ആ മുറിയിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള വസ്തുക്കളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ലൈറ്റ് വസ്തുക്കളിൽ ചെന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ആ ഫിനോമിനന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ, ദ ലൈറ്റ് ഫോളിംഗ് ഓൺ ദി സർഫസ് ഓഫ് ദി ഒബ്ജെക്ട്, ഇറ്റ് കം ബാക്ക് ടു ദ സെയിം മീഡിയം. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള 3-4 ടേംസ് പഠിക്കാനുണ്ട്. ഇതൊരു പ്ലെയിൻ മിററാണ്. ഈ പ്ലെയിൻ മിററിലേക്ക് വന്ന് വീഴുന്ന ഒരു ലൈറ്റ്, ഇതിനെ നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. AB. അതുപോലെ ഇതിനെ നമുക്ക് C എന്നും പേര് കൊടുക്കാം. അപ്പം ഈ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ലൈൻ, ഇതിന് പറയുന്ന പേര് നോർമൽ. ഇതിലേക്ക് വന്ന് വീഴുന്ന അല്ലെങ്കിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു ലൈന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഇവിടെ AB എന്നതാണ് ഇൻസിഡന്റ് റേ. അതുപോലെ തന്നെ ഈ പ്ലെയിൻ മിററിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ഈ ലൈൻ, ദിസ് ഈസ് നോൺ ആസ് റിഫ്ലക്റ്റഡ് റേ. അതായത് DC ആണ് ഇവിടുത്തെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇൻസിഡന്റ് റേക്കും ഈ നോർമലിനും ഇടയിലായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ എന്ന് പറയുന്ന പേര് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ ഈ റിഫ്ലക്റ്റഡ് റേക്കും ഈ നോർമലിനും ഇടയിലായിട്ട് അടുത്ത ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഓക്കെ, ഇത്രയും ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോർമൽ, ദെൻ ഇൻസിഡന്റ് റേ, ദെൻ റിഫ്ലക്റ്റഡ് റേ, ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് ഒരു പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിററിലേക്ക് വന്ന് വീഴുന്ന ഈ ലൈറ്റ്, ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേ ദാറ്റ് സ്ട്രൈക്ക് ഓൺ ദി സർഫസ്. Then the next one is reflected ray. It is a ray that it is a ray represented by the light reflected by the surface. Then normal എന്ന് പറയുന്നത് this is a perpendicular line. Then അടുത്തത് angle of incident. This the angle making in between incident ray and the normal. നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ I. ദെൻ നെക്സ്റ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇറ്റ് ഈസ് ആൻ ആംഗിൾ മേക്കിംഗ് ഇൻ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ.
ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ പറഞ്ഞായിരുന്നു ആംഗിൾ ഐയും ആംഗിൾ ആറും. ഈ ആംഗിൾ ഐയും ആംഗിൾ ആറും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ആംഗിൾ ഐ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ദെൻ സെക്കൻഡ്, രണ്ടാമത് പറയുന്നത് ഇൻസിഡന്റ് റേ and the reflected ray and the point of incidence are lie on the same plane. Incident ray normal to the point of incident and the reflected ray they are lies on the same plane. ഇത് രണ്ടുമാണ് രണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ദ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ്, the reflected ray, the incident ray and the normal to the point of incidence always lies on the same plane. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിയൽ ഇമേജും വെർച്വൽ ഇമേജും. എന്താണ് റിയൽ ഇമേജ് എന്നും എന്താണ് വെർച്വൽ ഇമേജ് എന്നുമാണ് പറയാൻ പോകുന്നത്. എന്താണ് റിയൽ ഇമേജ് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മിറർ കൺസിഡർ ചെയ്യുക. ഈ മിററിൽ വന്നു വീഴുന്ന ലൈറ്റുകളെല്ലാം ഏതെങ്കിലും ഒരു കൃത്യമായ പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ വെൻ ദ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് കൺവേർജ് at a specific point. It can be obtained on a screen. This is known as real image. Real image can be obtained when the ray of light after reflection it converges at a specific point is known as real image. So it can be obtained on a screen. The second one is virtual image. ഇപ്പോൾ എന്താണ് വെർച്വൽ ഇമേജ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വെർച്വൽ ഇമേജിന്റെ കേസിൽ ഇതുപോലെ ലൈറ്റ് റേസ് വന്നതിന് ശേഷം അത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്പെസിഫിക് പോയിന്റിൽ അത് കൺവേർജ് ചെയ്യുന്നില്ല. അതിന് പകരം അത് ഡൈവേർജ് ചെയ്ത് മാറിപ്പോവുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ഉണ്ടാകുന്ന ഇമേജിനാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. വെർച്വൽ ഇമേജ് ഫോംസ് വെൻ ദ റേ ഓഫ് ലൈറ്റ് ഡു നോട്ട് ആക്ച്വലി മീറ്റ്. ഓക്കെ, അത് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. But it appear to meet when produced backwards. This is known as virtual image. It cannot be obtained on a screen. ഇതാണ് റിയൽ ഇമേജിന്റെയും വെർച്വൽ ഇമേജിന്റെയും ഡിഫറൻസ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ വെൻ ദ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ആക്ച്വലി കൺവേർജ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. എങ്കിൽ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ഫോംസ് വെൻ ദ റേ ഓഫ് ലൈറ്റ് do not actually meet, but it appear to meet when produced backwards. It cannot be obtained on a screen. Okay. Image formed by a plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്ലെയിൻ മിററാണ്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് AB എന്നൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഈ ഒബ്ജക്റ്റിൽ നിന്നുമുള്ള ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിന്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഇതൊരു സ്പെസിഫിക് പോയിന്റിൽ കൂട്ടിമുട്ടുന്നില്ല, കൺവേർജ് ചെയ്യുന്നില്ല, പകരം ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇതെന്താണ്? ആക്ച്വലി ഇത് ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന കേസിൽ ഉണ്ടാകുന്ന ഇമേജ് ആണ് വെർച്വൽ ഇമേജ് എന്നാണ് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത്. സോ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലെയിൻ മിററിൽ നമ്മളിപ്പോൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വളരെ വ്യക്തമായ നിവർന്ന ഒരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ തലകീഴായത് ഒന്നുമല്ല, നിവർന്ന ഒരു രൂപം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിവർന്നതായിരിക്കും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് A', B' ആണ്. ഇതെന്ന് പറയുന്നത് നിവർന്നതായിരിക്കും. അതിന് നമ്മൾ പറയുന്നത് ഇറക്റ്റ് എന്നാണ്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെർച്വൽ ആൻഡ്
ഇറക്റ്റ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ് ഓൾവേസ് സെയിം. അതായത് വസ്തുവിന്റെ വലിപ്പവും ഇമേജ് പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി സെയിം. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, ഈ യു എന്ന് പറയുന്നത് മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു. അതുപോലെ തന്നെ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വി. ഈ യുവും വിയും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ കണ്ണാടിയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പ്രതിബിംബവും വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ കണ്ണാടിയിൽ നിന്ന് പുറമോട്ട് പോകും തോറും പ്രതിബിംബവും അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതായത് പ്ലെയിൻ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും പ്ലെയിൻ മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഇമേജ് ഈസ് സെയിം. അതാണ് മൂന്നാമത്തെ ക്യാരക്ടർ. ഇനി നാലാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററൽ ഇൻവേർഷൻ എന്നുള്ള ഫിനോമിനൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ലാറ്ററൽ ഇൻവേർഷൻ ഇറ്റ് ഈസ് എ ഫിനോമിനൻ due to the right side of the object appears left and left side of the object appears right. അതായത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗം വലതായിട്ടും വലത് ഭാഗം ഇടതായിട്ടും തോന്നുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. ഇപ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ 4 ക്യാരക്ടറാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ is virtual and erect. And second one എന്ന് പറഞ്ഞാൽ the size of the object is equal to size of the image. And the third one is the distance from the mirror to object and the distance from the mirror to image is equal. And the last one is laterally inverted. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്പെറിക്കൽ മിറേഴ്സ്. എന്താണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് ചോദിച്ചാൽ it is a mirror whose the reflecting surface is a part of a hollow sphere. This is known as spherical mirrors. രണ്ട് ടൈപ്പ് സ്പെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. നോക്കാം, ഇതൊരു സ്പിയർ ആണ്. ഈ സ്പിയറിന്റെ ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്പെറിക്കൽ മിററാണ് കിട്ടുന്നത്. ഈ സ്പെറിക്കൽ മിററിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഭാഗം എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് നോക്കുവാണെങ്കിൽ ഇത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണ്. കേർവ്ഡ് ഇൻവേർട്സ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മിറേഴ്സിന് പറയുന്ന പേരാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഹുസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കേർവ്ഡ് ഇൻവേർട്സ്. അതായത് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്പൂൺ എടുക്കുവാണെങ്കിൽ സ്പൂണിൻ്റെ ഇന്നർ സർഫസ് കോൺകേവ് മിററിന് എക്സാമ്പിളാണ്. അതുപോലെ അടുത്തത് കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്ന് പറയും ഷെയ്ഡ് ചെയ്യാത്ത ഇപ്പുറത്തെ ഈ പോർഷനാണ് ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്, അതായത് കേർവ്ഡ് ബാക്ക്വേർഡ്സ്. ദിസ് മിറർ ഈസ് നോൺ ആസ് കോൺവെക്സ് മിറർ. ഇതിന് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഓഫ് എ സ്പൂണാണ് കോൺവെക്സ് മിററിൻ്റെ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ it is a mirror whose reflecting surface is forms a part of a hollow sphere. They can be divided into two types, concave mirror and convex mirror. Concave mirror, its reflecting surface is curved inwards. Example is inner surface of a spoon. The next is convex mirror. Its reflecting surface is curved outwards. Example, the back surface of a spoon. ഇനി അടുത്തത് ഈ സ്പെറിക്കൽ മിറേഴ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടേംസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് പോൾ. പോൾ എന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ ഒരു ഭാഗമായി മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് പോൾ. ഇതിനെ നമ്മൾ പി എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. The center of the reflecting surface of a spherical mirror is known as pole. Then the second one is center of curvature. Center of curvature എന്ന് പറഞ്ഞാൽ ഈ സ്പെറിക്കൽ മിറർ ഏത് സ്പിയറിൻ്റെ ഭാഗമാണോ ആ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ടാകുമല്ലോ, ആ സെൻറ്റർ എന്ന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ.
അതായത് ഈ സ്പെറിക്കൽ മിറർ ഈ സ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ സ്ഫിയറിന്റെ സെന്റർ, ഇതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ടു ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദി മിറർ. ഒരു സ്പെറിക്കൽ മിററിന്റെ പോളും സെന്റർ ഓഫ് കർവേച്ചറുമായിട്ട് യോജിപ്പിക്കുന്ന ലൈൻ, അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ടു ദ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ. ഹിയർ PC is known as principal axis. ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ PC is known as principal axis. ഇനി അടുത്തതായിട്ട് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ റേഡിയസ് കേട്ടിട്ടുണ്ട്, നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടും റേഡിയസ് ഉണ്ട്. ഈ സ്പെറിക്കൽ മിറർ ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണോ ആ സ്ഫിയറിന് ഒരു റേഡിയസ് ഉണ്ടാകുമല്ലോ, ആ റേഡിയസിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അത് ഏകദേശം സെൻറ്ററിൽ നിന്നും ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതായിരിക്കും അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ചാണ് റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളൊരു ടേം എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ F ആണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലായിട്ടുള്ള ഒരു പോയിന്റ്, അതിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫോക്കൽ ലെന്ത്. ഫോക്കൽ ലെന്ത് എന്ന് പറയുമ്പോൾ ചെറിയ അക്ഷരം F ഉപയോഗിച്ച് വേണം നമ്മളതിനെ ഡിനോട്ട് ചെയ്യാം. ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. പോളും മുതൽ ഫോക്കസ് വരെയുള്ള ആ ഒരു ദൂരം, ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്ര ടൈംസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ പോള്, ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫോക്കൽ ലെന്ത്. ദ ഫസ്റ്റ് വൺ ഈസ് പോൾ. പോൾ എന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ സ്പെറിക്കൽ മിറേഴ്സ് ഈസ് നോൺ ആസ് പോൾ. It is denoted by the letter P. Then the second one is center of curvature. Center of curvature എന്ന് പറഞ്ഞാൽ the reflecting surface of a spherical mirror forms a part of a sphere. This sphere has a center. This is known as center of curvature. It is denoted by the letter C. Then the next one is principal axis. Principal axis, the line joining between center of curvature and pole is known as principal axis. Here PC is known as principal axis. Then the next one is radius of curvature. Radius of curvature എന്ന് പറഞ്ഞാൽ the reflecting surface of a spherical mirror forms a part of a sphere. This sphere has a radius. This radius is known as radius of curvature and it is denoted by the letter R. Then the next one is principal focus. Principal focus എന്ന് പറഞ്ഞാൽ it is a point in between center of curvature and pole. Then the last one is focal length. Focal length എന്ന് പറഞ്ഞാൽ it is the distance between pole to focus. Pole മുതൽ focus വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ പറയുന്നത് focal length. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കും.